ഇന്ന് ഇല്ലിക്കൽ കല്ലിലേക്കാണ് യാത്ര. ഇവിടെയൊക്കെ ഇടിമിന്നൽ ഉള്ള സമയത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നതൊക്കെ വലിയ അപകടമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ കണ്ടില്ല, അവിടെയെല്ലാം ബോർഡുകളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഈ മലയിലൊക്കെ നമ്മൾ എവിടെ ചെന്നാലും കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നല്ലോ ഇലവീഴ പൂഞ്ചിറ, അവിടെയെല്ലാം ഇതുപോലെ ബോർഡുകളുണ്ടാകും. ഇവിടത്തേക്ക് പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ഉണ്ടോ, എത്ര സുന്ദരമായ കാഴ്ചകളൊക്കെയാണ്. ഞങ്ങൾക്ക് വരാനായിട്ടുള്ള ജീപ്പ് മേലോട്ട് പോയിട്ടേ ഉള്ളൂ. അവിടെ കൊണ്ട് ആളെ ഇറക്കിയിട്ട് ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാലേ ഉള്ളൂ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. 2 ജീപ്പുകളാണ് ഇവിടുന്ന് മേലോട്ട് പോകുന്നത്. ഇല്ലിക്കക്കല്ലിലേക്കാണ് മേലോട്ട് നമ്മൾക്ക് ഇനി കയറി പോകേണ്ടത്. അപ്പോൾ ഞാൻ വന്ന വണ്ടി താഴെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ആ സമയത്ത് ഈ പരിസരത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. നോക്കത്ര സുന്ദരമായ കാഴ്ചകളാണെന്ന് നോക്കി. ഇവിടെ എല്ലാം വിജനമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ ചെറിയ 2 കടകൾ മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് അത്യാവശ്യം ബിസ്ക്കറ്റോ കാപ്പി ചായ അങ്ങനെ വെള്ളം അതൊക്കെ ഉള്ളൂ കേട്ടോ. അവരൊക്കെ സന്ധ്യയാകുമ്പോൾ അടച്ചിട്ട് പോകുമായിരിക്കും. ഇവിടെയെങ്കിലും അങ്ങനെ ജനവാസം ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. കണ്ടോ, എങ്ങും ഒന്നുമില്ല, വീടുകളൊന്നുമില്ല, അങ്ങ് വിജനമായിട്ട് കിടക്കുകയാണ്. എല്ലാം മലമ്പ്രദേശങ്ങളാണ്. പിന്നെ ഞാനിങ്ങോട്ട് വന്നത് കോട്ടയത്തു നിന്നാണ് കേട്ടോ. കോട്ടയത്തുനിന്ന് ഇവിടം വരെ 57 കിലോമീറ്ററാണ് ഉള്ളത്. ഇങ്ങോട്ട് അങ്ങനെ സർവീസ് നടത്തുന്ന ബസ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എല്ലാ ദിവസങ്ങളിലും ഒക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. നല്ല കാറ്റ് എവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും. ഇനിയിപ്പം മേലോട്ട് കയറി കഴിയുമ്പോൾ ഇതിനെക്കാട്ടിലും കാറ്റായിരിക്കും. ആൾക്കാരൊക്കെ ഇതിലെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നടക്കുക. മുകളിൽ പോയി കണ്ടിട്ട് വന്നവരും ഉണ്ട്, ഇനി അങ്ങോട്ട് പോകാനായിട്ടുള്ളവരും എല്ലാം ഉണ്ട്. അപ്പോൾ ജീപ്പേലെ ഞങ്ങൾ മേലോട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ താഴെ വരെ നമുക്ക് ജീപ്പ് വരത്തുള്ളൂ. അങ്ങ് ദൂരെ ആ കാണുന്ന ആ മലയുടെ മേള്, അതാണ് ഇല്ലിക്കക്കല്ല്. അങ്ങോട്ട് വേണം നമ്മൾ നടന്ന് ഇനി കയറി പോകാനായിട്ട്. ഇതിപ്പം നമ്മൾ മേലോട്ട് അങ്ങോട്ട് നടന്നു പോകുമ്പോഴേ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ്. എങ്ങോട്ട് നോക്കിയാലും ഇതുപോലെയുള്ള സുന്ദരമായ കാഴ്ചകളാണ് മൊത്തത്തിലുള്ള. വെയിലുണ്ട്, പക്ഷെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. പിന്നെ രാവിലെ 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. എന്നാലും ഉച്ചയൊക്കെ ആയാലും മലയുടെ മേളിലൊന്നും ഇവിടെ അങ്ങനെ വലിയ ചൂടൊന്നും വരത്തില്ല. മിക്കവാറും ഒക്കെ എപ്പോഴും മഞ്ഞായിരിക്കും. അതുകൊണ്ട് എന്നാ രസമാണെന്ന് നോക്കി ഇവിടെ നോക്കുമ്പോൾ. ആ പാറയുടെ കുറേ ഭാഗം എപ്പോഴോ അടന്നു പോയത് കേട്ടോ. ബാക്കിയാണ് ആ കാണുന്നത്. ഇതങ്ങോട്ട് നമ്മൾ പോകുമ്പം ഉള്ള കാഴ്ചകളൊക്കെയാണ്. പക്ഷെ എങ്ങോട്ട് നോക്കിയാലും ഏതാണ്ട് ഒരുപോലെ തന്നെയൊക്കെ ഇരിക്കുന്നത് അല്ലേ. അതുകൊണ്ടോ വെയിൽ അടിക്കുന്നത് കണ്ടോ ആ മലയുടെ ഭാഗത്തോട്ട്. നല്ല ഒരു പ്രത്യേക ഒരു രസമാണ് കാണാനായിട്ട്. അതിലേ വേണം നമ്മൾ നടന്നങ്ങോട്ട് ചെല്ലാൻ. പയ്യെ അങ്ങോട്ട് നടക്കാം. ഇതുകൊണ്ട് ആ പാറയുടെ അവിടാണ് അടന്നു പോയത് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ട് കയറി പോകുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. എന്നാലും ഇവിടം വരെ വന്നപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി പോകണമല്ലോ. അതുകൊണ്ട് ഇതിലേ വേണം അങ്ങോട്ട് കയറി പോകാനായിട്ട്. ഇതൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നവരാണെന്ന് തോന്നുന്നു. ഈ ഭാഗമൊന്നും വലിയ കുഴപ്പമില്ല, നടന്ന് പോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ കൂടെ ചെല്ലുമ്പോഴത്തേക്കും ആയിരിക്കും ബുദ്ധിമുട്ടുള്ളത്. ഇതുകൊണ്ട് നമ്മൾ ആ മലയുടെ കുറേ കൂടെ അടുത്ത് വന്നു. അതുകൊണ്ട് നമ്മൾ ആ സൈഡിൽ കൂടെ ഈ സ്റ്റെപ്പിൽ കൂടെയൊക്കെ വേണം പോകാനായിട്ട്. ഇവിടെയേ ഉള്ളു കേട്ടോ സ്റ്റെപ്പ്. നമുക്കിവിടെ നിൽക്കുമ്പം കാണാം, മേലോട്ട് സ്റ്റെപ്പൊന്നും ഇല്ല. ഈ കയറിപ്പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കെല്ലാം ഇതുകൊണ്ട് ഓരോ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ വ്യൂ പോയിന്റേ ഉള്ളൂ. എങ്കിലും ഈ മലയുടെ ചെരുവിലോട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ള അവിടെ എല്ലാം ഇങ്ങനെ കെട്ടി എടുത്തിരിക്കുക. അതിൻ്റെ അകത്തൊക്കെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയൊക്കെ സ്ഥലങ്ങളെല്ലാം. എങ്ങോട്ട് നോക്കിയാലും ഇതുപോലെയുള്ള ഈ കുന്നിൻ്റെ ചെരുവുകളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ഇവിടെ കാറ്റ് ഒരു രക്ഷയില്ല. ഒരു പക്ഷേ ഈ കാറ്റിൻ്റെ ശബ്ദം ഇതിൽ കൂടെ കേൾക്കുന്നുണ്ടായിരിക്കും. ഭയങ്കരമായ കാറ്റാണ്. എങ്കിലും മഴയില്ല, അങ്ങനെയൊരു ഗുണമുണ്ട്.
നല്ല ശക്തമായ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ മുണ്ടൊക്കെ എടുത്തോണ്ടാ വരുന്നെങ്കിൽ കയറാൻ വലിയ പാടാ കേട്ടോ. അതുപോലെയുള്ള ഡ്രസ്സൊക്കെ നമ്മൾ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നാലേ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ, ഈ കാറ്റ് കാരണം. ഞങ്ങളിപ്പം കുറച്ച് കയറിയിട്ട് എവിടെയെങ്കിലും ഇരിക്കും, ഇരുന്നിട്ട് ഭയങ്കര അണയ്ക്കും നമ്മളെ. അണപ്പൊക്കെ ഒന്ന് പോയിട്ടാണ് വീണ്ടും കയറുന്നത്. ഒറ്റയടിക്ക് കയറാൻ ശരം പാടാണ്. പിന്നെ അങ്ങനെ വലുതായിട്ട് വിയർക്കത്തൊന്നുമില്ല, കാരണം നല്ല കാലാവസ്ഥയാണ്. കാറ്റാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാറ്റുമാണ്. ഇവിടെയൊക്കെ ഇടയ്ക്ക് വെറുതെ ഒന്ന് വന്ന് നോക്കണം കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് കോട്ടത്തൊക്കെ ഉള്ളവർക്ക്, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 57 കിലോമീറ്ററേ ഉള്ളൂ, കോട്ടത്തിനടുത്താണ് ഇത് കിടക്കുന്നത്. എന്നാൽ കോട്ടത്തുള്ള അധികം ആൾക്കാർ ഇവിടെ വന്നിട്ടുമില്ല. ചുമ്മാ ഒരു ദിവസം ഇവിടെയൊക്കെ വന്ന് നോക്കണം, നല്ല സുഖമാണ്. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെയൊക്കെ ദൂരെയുള്ളവർക്കല്ല, കോട്ടയം, തൊടുപുഴ, പാല, അങ്ങനെ ഈരാറ്റുപേട്ടയൊക്കെ ഉള്ളവർക്ക്. കാരണം ഇവിടെയും വരാം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ സ്ഥലം ഇലവീഴ പൂഞ്ചിറ. ഇതെല്ലാം കണ്ട് പോവാം. പിന്നെ വാഗമൺ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ വാഗമണിലേക്ക്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ച് താഴോട്ട് ഇറങ്ങണമെന്നില്ല, അത്ര നല്ല കാറ്റും നല്ല സുഖമൊക്കെയാണ് ഇവിടെ. വന്നവരെല്ലാം എന്താ അവിടെ ഇവിടെയെല്ലാം ഇരിപ്പുണ്ട്. ഇവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇപ്പം എല്ലാവരും ഇവിടെ അങ്ങ് കയറിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവരൊക്കെ ഇനി ഇവിടുന്ന് വാഗമണ്ണിലേക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും. വാഗമൺ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇനിയിപ്പോൾ താഴോട്ട് പയ്യെ അങ്ങ് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങ് തിരിച്ച് പോവുകയാണ്. ഇപ്പം സമയം 2 മണിയെല്ലാം കഴിഞ്ഞ്, വിശക്കുന്നു. ഇവിടെ കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്ക് അവിടെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ട അവിടെ ഏലം നിൽക്കുന്നത് കണ്ട. ഏലം ഇങ്ങനെ കായ്ച്ച് നിൽക്കുകയാണ്. കൊള്ളാം അല്ലേ? ഇതുപോലെയുള്ള ഈ ഏലക്കാട്ടിലൊക്കെ നമ്മൾ എവിടെ ചെന്നാലും കേൾക്കാം ഈ ചീവീടിൻ്റെ ഭയങ്കര ശബ്ദം. അത് കോലിഞ്ചി അല്ലേ, മറ്റേ മലയിഞ്ചി എന്ന് പറയുന്നത്. ഏലം ഏലം താഴെ. അല്ലല്ല, ഏലം താഴെ.